ആ ബോണസ് ആണോ ഈ ബോണസ്? ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. കാരണം അവർ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബോണസിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ആയി. തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബറിലും ഒക്ടോബറിലും യൂട്യൂബ് ബോണസ് നൽകുന്നു. 50,000 രൂപ വരെ ഒരു ക്രിയേറ്റർക്ക് നൽകുന്നുണ്ട്. അതിന് മോണിറ്റൈസേഷൻ അതൊന്നും ബാധകമല്ല. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും, അതല്ലെങ്കിൽ ഇമെയിൽ വരും എന്നുള്ളത്. അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ബോണസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ നോട്ടിഫിക്കേഷൻ അതാണോ? ഇതെങ്ങനെയാണ് കിട്ടുക? ഇതിന് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇനി ഞങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പല സംശയങ്ങളാണ് ക്രിയേറ്റേഴ്സ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്രിയേറ്റേഴ്സിന് ഇത് സംശയം വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തിന്റെ ബോണസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് താഴെ കാണുന്നത്. ഫെസ്റ്റീവ് പ്രൊമോഷൻസ് ആർ ലൈവ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷനും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോണസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ന്യൂ സെയിൽ ജസ്റ്റ് ഡ്രോപ്പ്ഡ് ടാഗ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണെന്ന് പറയാം. ഇതിലും ബോണസ് ഉണ്ട്. ബോണസ് എന്ന സംഭവം ഈ ഒരു ഓപ്ഷനിലും നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ള ബോണസ് നമ്മുടെ വീഡിയോന്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. പെർഫോമൻസിനനുസരിച്ചിട്ട് നമുക്കൊരു ബോണസ് കിട്ടുന്നതാണ്. അതിന്റെ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നവർക്ക് മാത്രമാണത് ലഭിക്കുക. അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെപ്റ്റംബർ 10 ലാസ്റ്റ് ഡേറ്റ്. ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ല ഇത്. ഇത് യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റഡ് പ്രോഗ്രാമിന്റെ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരുപാട് ഫെസ്റ്റിവൽ, ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഇതുവരെയുള്ള പോലെ തന്നെ നമുക്ക് നമ്മുടെ ഷോർട്സിൽ, ലോങ് വീഡിയോയിൽ, ലൈവിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മളെ വീഡിയോ കാണുമ്പോൾ ആർക്കെങ്കിലും വാങ്ങണം അല്ലെങ്കിൽ വാങ്ങാൻ തോന്നിയാൽ വാങ്ങിയാൽ നമുക്കതിന്റെ കമ്മീഷൻ ലഭിക്കും. ഒരുപാട് അപ്ഡേറ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രൊഡക്റ്റിൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മളെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് പോകാതെ തന്നെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്ന രീതിയിലേക്ക് യൂട്യൂബ് മാറ്റിയിട്ടുണ്ട്, ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രോഗ്രാം നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അതിന് യൂട്യൂബ് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കണം, അതുപോലെ നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ നമ്മുടെ കൺട്രി ഇന്ത്യയിലുള്ളവർക്ക് ലഭിക്കും, അതുപോലെ ഫിലിപ്പീന്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലുള്ളവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ മ്യൂസിക് ചാനൽ ആവരുത്, മെയ്ഡ് ഫോർ കിഡ്സ് ആകരുത്, അങ്ങനെ കുറച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഒന്നും എന്താ പറയുക വയലേഷൻ പാടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ബോണസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഒരുപാട് പേർക്കുള്ള കൺഫ്യൂഷൻ. എന്താണ് ബോണസ് എന്നുള്ളത്? അപ്പോൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്കൊക്കെ യൂട്യൂബിൽ നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ടാഗ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ആ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ നമുക്ക് ലഭിക്കും. അത് ഓക്കെ നമുക്ക് ലഭിക്കും. ഇതിന് പുറമെ നമുക്ക് ബോണസ് ലഭിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ടോട്ടൽ സെയില് $2,000 ആയി കഴിഞ്ഞാൽ, ടോട്ടൽ സെയില് $2,000 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? $100 യൂട്യൂബ് നമുക്ക് ബോണസ് ആയിട്ട് നൽകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഡോളറിൽ കേൾക്കുമ്പോൾ അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബോണസ് ലഭിക്കും. $100 ബോണസ് ഏറ്റവും കുറഞ്ഞത് ലഭിക്കും. അതിന് നമ്മൾ 2,000 ടോട്ടൽ പ്രൊഡക്റ്റ് സെയില് നമ്മൾ നമ്മുടെ ചാനലിലൂടെ നടത്തിയിരിക്കണം. $100 ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കമ്മീഷന് പുറമെയാണ് നൽകുന്നത്. ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് 8,880 രൂപ നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കും, ഫ്രീ ആയിട്ട്. നമ്മൾ $2,000 സെയിൽ നടത്തിയാൽ മതി. അപ്പൊ നമുക്ക് 8,000 കിട്ടും. പക്ഷെ $2,000 എന്ന് പറയുമ്പോൾ എത്ര രൂപയുടെ സെയിലാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. $2,000 എന്ന് പറയുമ്പോൾ ഏകദേശം 1,77,000 രൂപയുടെ സെയില് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് 8,000 ചില്ല രൂപ കിട്ടും. $100 എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി അതിൽ വരുന്നുണ്ടായിരിക്കും. $500 നമുക്ക് ബോണസ് ലഭിക്കും. അപ്പൊ $500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, യൂട്യൂബ് ഫ്രീ ആയിട്ട് നമുക്ക് ഏകദേശം 44,000 രൂപ നൽകും. എപ്പോ? നമുക്ക് $10,000 സെയിൽ നടന്നു കഴിഞ്ഞാൽ. $10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര നടത്തണം? 8,88,000.
8,88,000 രൂപയുടെ സെയിൽ നടത്തി കഴിഞ്ഞാലാണ് നമുക്ക് $500, ഏകദേശം 40,000-ന് മുകളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കമ്മീഷന് പുറമെ യൂട്യൂബ് ബോണസ് നൽകുന്നത്. ഇനി അടുത്തത് $2,500 നമുക്ക് നൽകും. $2,500 എന്ന് പറയുമ്പോൾ ഏകദേശം 2,22,000 രൂപ യൂട്യൂബ് ഫ്രീ ആയിട്ട് കമ്മീഷന് പുറമെ നൽകുകയാണ്. അപ്പൊ നമുക്ക് എത്ര സെയിൽ നടത്തണം? ആ സെയിൽ നടത്തേണ്ട എമൗണ്ട് ഞാനൊന്ന് പറയാം. $50,000 എന്ന് പറയുമ്പോൾ ഏകദേശം 44,40,000 രൂപയുടെ 44 ലക്ഷം രൂപയുടെ സെയിൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നടത്തിയിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏകദേശം $2,000 മിനിമം സെയിൽ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആണ് $100 കിട്ടുക. അപ്പൊ ഏറ്റവും കുറഞ്ഞ ബോണസ് എന്നുള്ളത് $100 ആണ്. ഏകദേശം നമുക്ക് ഒരു 8,000 രൂപ വരെ കിട്ടും. പക്ഷെ $2,000 സെയിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിനും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുമ്പോൾ സെയിൽ നടക്കുന്നുണ്ട്, പക്ഷെ വലിയൊരു ഹ്യൂജ് എമൗണ്ടിന്റെ സെയിലൊന്നും നടക്കുന്നില്ല. അത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ചാനലിന് മാത്രമാണ് ആ രീതിയിൽ ലഭിക്കുന്നത്. കുറച്ച് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ നല്ല സെയിൽ നടക്കുന്ന. അപ്പൊ അവർ അതിനനുസരിച്ചിട്ടുള്ള ബ്യൂട്ടി റിലേറ്റഡ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റുകളുടെ ടാഗ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന അങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനാണ് അത്രയും കമ്മീഷൻ ലഭിക്കുന്നത്. അതല്ലാതെ സാധാരണക്കാർക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും വലിയ രീതിയിലുള്ള ബോണസ് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് ബോണസും രണ്ടാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഈ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ $2,000 നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞാൽ $100 ബോണസ് കിട്ടുന്നതാണ്. തൊട്ട് മുമ്പേ ഉണ്ടായിരുന്നത് നമ്മുടെ പെർഫോമൻസ് ബോണസ്. യൂട്യൂബ് ഫ്രീ ആയിട്ട് യൂട്യൂബിന് ഇഷ്ടപ്പെട്ട ഒരു 50,000 ക്രിയേറ്റേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് അവരോട് പറയാണ്, ഓഗസ്റ്റ് മാസത്തേക്കാൾ നിങ്ങൾ പെർഫോമൻസ് സെപ്റ്റംബറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വരെ, ഒരു മാസം 25,000 രൂപ വെച്ച് നൽകുന്നതാണ്. അത് എത്രയെന്നുള്ളത് യൂട്യൂബ് ഡിസൈഡ് ചെയ്യും. 25,000 രൂപ വരെ 2 മാസം കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടാണ്. അതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബോണസിന്റെ ടൈം പീരിയഡ് യൂട്യൂബ് പറയും. നമുക്ക് മെയിൽ വരും, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സമയം വരെ നിങ്ങൾ സെയിൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിന്റെ ഭാഗത്ത് മെയിൽ വരുന്നതാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അതുപോലെ ചിലർക്ക് കിട്ടിയവർക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടാത്തത് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ്. കിട്ടിയവർക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മിസ്ലീഡ് ചെയ്യുന്ന, നമ്മുടെ ചാനലുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ടാഗ് ചെയ്യുമ്പോഴാണ് ആ രീതിയിൽ ഓപ്ഷൻ യൂട്യൂബ് എടുത്ത് കളയുന്നത്. അപ്പൊ എന്തായാലും എപ്പോഴും നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.